കേൾക്കുമ്പോൾ നമ്മുടെ പല്ല് പോകുന്നത് വളരെ സാധാരണമായി നമ്മൾ തള്ളിക്കളയാറുണ്ട് അല്ലെ? എന്നാൽ ഇനി അങ്ങനെ അതൊന്നും നിസ്സാരമാക്കേണ്ട. പല്ല് പോകുന്നത് അത് വെറും ദന്തരോഗം കാരണമല്ലെന്നും അത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള മുന്നറിയിപ്പാണെന്നും പുതിയ പഠന റിപ്പോർട്ട്. കൂടാതെ ഇത് ഉയർന്ന മരണസാധ്യതയെ വരെ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ അടയാളമാണെന്നും പറയുന്നുണ്ട്. ഒന്നോ അതിലധികമോ പല്ലുകൾ നഷ്ടപ്പെടുന്നതും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഹൃദ്രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നടത്തിയ ഗവേഷണ പ്രകാരമാണ് ഈ പുതിയ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് പ്രകാരം വായുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വായുവും ഹൃദയവും തമ്മിലുള്ള കണക്ഷൻ നമ്മുടെ ചിന്തകൾക്ക് അതീതമാണെങ്കിൽ പോലും ഇവ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് വായെ വൃത്തിഹീനമായി സൂക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ പല്ലിന്റെ നഷ്ടമൊക്കെ നിസ്സാരവൽക്കരിക്കരുത്. ആ രോഗകാരികളായ ബാക്ടീരിയകൾ മോണയിലേക്ക് എളുപ്പത്തിൽ കടന്നുകൂടുകയും ഇത് അണുബാധകൾ രക്തചംക്രമണത്തിലേക്ക് പതുക്കെ ഒഴുകുകയും അവിടെ വീക്കം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഇത് ഹൃദയത്തെ വരെ ബാധിച്ചേക്കാമെന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒഹായോയിലെ കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിലെ ദന്തഗവേഷകയും എൻഡോഡെന്റിസ്റ്റുമായ അനിത അമിനോഷാരിയെ പറയുന്നതനുസരിച്ച് പല്ല് കൊഴിയുന്നത് കേവലം ഒരു ദന്തപ്രശ്നം മാത്രമല്ല, മറിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ മരണനിരക്ക് ഗണ്യമായി പ്രവചിക്കുന്നതാണ്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ ഇത് ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ പൂർണ്ണമായും പല്ലുകൾ നഷ്ടപ്പെട്ടവരെ വെച്ച് നോക്കിയാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവർക്ക് 66% ഈ രോഗങ്ങളിലൂടെ മരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും വിശകലനത്തിൽ കണ്ടെത്തി. 10ൽ താഴെ മാത്രം പല്ലുകൾ അവശേഷിക്കുന്ന ആളുകളിൽ നടത്തിയ പഠനങ്ങളാകട്ടെ ഇക്കാര്യം വളരെ വ്യത്യസ്തവുമാണ്. അതേസമയം തന്നെ ഇതുകൂടാതെ പുകവലി, കൊളസ്ട്രോളിന്റെ അളവ്, രക്തസമ്മർദ്ദത്തിന്റെ തോത് തുടങ്ങി ഹൃദയരോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന മറ്റു പല ഘടകങ്ങളുമുണ്ട്. അതിനാൽ തന്നെ പല്ലിന് നഷ്ടവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും തമ്മിൽ നിയമാനുസൃതമായ ബന്ധം അങ്ങനെയങ്ങ് സ്ഥാപിക്കാൻ ഗവേഷകർക്ക് ഏറെ ബുദ്ധിമുട്ടുമാണ്. ചില പഠനങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞവയുമായി യാതൊരു ബന്ധവുമില്ല. 2018 ഒരു പഠനത്തിൽ ഇതിനെല്ലാം തള്ളിക്കളയും വിധമായിരുന്നു റിപ്പോർട്ട്. എന്നാൽ പുതിയ റിപ്പോർട്ടാകട്ടെ ഇങ്ങനെയും പറയുന്നു. ഇതിനകം പ്രസിദ്ധീകരിച്ച 12 പഠനങ്ങളിൽ നിന്ന് ഓരോന്നും 3 മുതൽ 49 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവരെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് പഠനം പൂർത്തീകരിച്ചത്. വാർത്തയുടെ നിറം തേടി തനി നിറം.